ഖാജാ തങ്ങൾ ചോദിച്ചു, ഉമ്മ നിങ്ങൾക്കെന്താ വേണ്ടത്? ഉടനെ പറഞ്ഞു, എന്റെ മകനെയൊന്ന് ഹയാത്താക്കി തന്ന എന്റെ കൂടെ ഒന്ന് ജീവിച്ചു കാണിക്കാമോ? ഖാജാ തങ്ങൾ പറഞ്ഞു, ഉമ്മ മുഈനുദ്ദീൻ നിന്നോട് എണീക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണമോ? അല്ലാഹുവിന്റെ ഇതിനുകൊണ്ട് നിങ്ങളെ മകൻ എണീക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഉമ്മ ഖാജാ തങ്ങളെ പ്രഖ്യാപനം കേട്ട്, അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിന് ചില ഔലിയാക്കളുണ്ട്. ആ ഔലിയാക്കളുടെ ഡ്യൂട്ടി എന്താണ്? അവർ അല്ലാഹുവിനെ വിളിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അല്ലാഹു അവരെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് അല്ലാഹു അവര് പറയുന്നത് പുലർത്തിക്കൊടുക്കുന്നതാ തന്നെ. അല്ല മുസ്ലിയാരെ, ആ ഹദീസ് അതിന്റെ അർത്ഥം അതാണോ? ഒരു മരണപ്പെട്ടു പോയ കുട്ടിയാണെങ്കിലും വല്യപ്പയാണെങ്കിലും മരണപ്പെട്ടു പോയ ആളെ ഹയാത്താക്കാൻ കഴിവ് കൊടുക്കും എന്നുള്ളതാണോ ആ വാക്കിനർത്ഥം? ആണോ? അവിടെ മൊയ്നുദ്ദീൻ ചിസ്തി എന്ന് പറയുന്ന ആളുടെ അടുത്ത് വന്ന് പറഞ്ഞ ഉമ്മാക്കോ അന്തല്ല, മൊയ്നുദ്ദീൻ ചിസ്തിക്കോ അന്തല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകന്മാരില് ആകെ ഒരു പ്രവാചകനാണ് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തില് മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് വ്യക്തമാക്കിയതുമാണ്. അത് ലോക മുസ്ലിങ്ങളെല്ലാം അംഗീകരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാത്തിമത്തു സഹറ ബത്തൂൽ അല്ലാത്ത ബാക്കിയുള്ള മക്കളെല്ലാം വഫാത്തായി പോയി ഹയാത്ത് കാലത്ത് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കാലത്ത് തന്നെ ഈ മക്കളെല്ലാം വഫാത്തായി പോവുകയാണ്. അതില് ആൺമക്കളും ഉണ്ട്. ഇബ്രാഹിം എന്നും അബ്ദുള്ള എന്നും പറഞ്ഞിട്ടുള്ള ആൺമക്കളും ഖാസിം എന്ന് പറയുന്ന ആൺകുട്ടിയൊക്കെ ആ രൂപത്തിൽ മരണപ്പെട്ടു പോകുന്നുണ്ട്. അബ്ദുള്ള എന്ന് പറയുന്ന പിഞ്ചോമനെ മടിയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീർ വാർക്കുന്നുണ്ട്. എന്തേ അവിടെ ആ പറഞ്ഞ സംഭവം ഒന്ന് പരീക്ഷിച്ചു നോക്കാറുന്നത്? അല്ലാ, ഞാൻ ആകെ സങ്കടത്തിലാണ്, ഈ കുട്ടിയുടെ ജീവൻ ഞാൻ ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ കേട്ടോ എന്നെന്തേ പറയാറുന്നത്? മൊയ്നുദ്ദീൻ ചിസ്തി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹ് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ, മോലിയരെ ഇത് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയോ? അള്ളാഹുവിന്റെ ഒരു പ്രവാചകന് നൽകിയ മുഅ്ജിസത്ത് അതാണ് നിങ്ങള് ഏതോ ഒരു ഷിയ വിശ്വാസിയായ ഷിയ ത്വരീഖത്തിന്റെ, ഈ ഷിയ ത്വരീഖത്ത് എന്ന് പറയുമ്പോ ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിക്കൊണ്ട് ശരീഅത്തില്ലാത്തവന് ഹഖീഖത്തുല്ല ത്വരീഖത്തുല്ല എന്ന് പറയുന്ന പൊന്മളയുടെ ഒരു ചെറിയൊരു പ്രഭാഷണത്തിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. അപ്പോ ഒരു ഷിയ ത്വരീഖത്തിന്റെ മശായിഖിന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പവറാണെന്നാണോ പറയണത്? ആണോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുമ്പിൽ കടന്നുകൊണ്ട് എത്രയെത്ര സ്വഹാബി വര്യന്മാരാണ് ഇഹലോകവാസം വെടിഞ്ഞത് പല രോഗങ്ങൾ കൊണ്ട്. അതുപോലെ തന്നെ രണാങ്കണ ഭൂമിയിൽ സ്വന്തം പിതാവിന്റെ അനുജനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായത് അല്ലേ? ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് വഫാത്തായത്, ഷഹീദായത്, വഫാത്ത് എന്നല്ല ഷഹീദ്, ധീര രക്തസാക്ഷിത്വം വഹിച്ചത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ ഖദീജ എന്ന് പറഞ്ഞിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമ ഖദീജ ബീബി, ഖദീജ ബിൻത് ഖുവൈലിദ് അല്ലേ, വഫാത്തായി പോയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിപ്പിച്ചോ? എന്ത് നോണയൊക്കെയാണ് മുസ്ലിയാക്കന്മാരെ പറയുന്നത്? ഇത് ത്വരീഖത്ത് ഈ കൗമിലേക്ക് അടിച്ചേൽപ്പിക്കുവാനും ജാറ വ്യവസായവും മയ്യത്ത് വ്യവസായവും അത് വിപുലീകരിക്കുവാനും വേണ്ടിയിട്ട് കള്ളക്കറാമത്ത്, നോണക്കറാമത്തായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മരിച്ചോലെ ജീവിപ്പിച്ചെന്ന് എജ്ജാതി കറാമത്ത് അല്ലേ, വല്ലാത്ത ജാതി കറാമത്ത്. പ്രിയമുള്ളവരെ, ശരീഅത്ത് എന്ന് പറയുന്ന മുഹമ്മദി ശരീഅത്ത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് നൽകിയ ശരീഅത്ത്, ആ ശരീഅത്തിനപ്പുറമായിക്കൊണ്ട് വലിയ ത്വരീഖത്തും വലിയ ഹഖീഖത്തും വലിയ മാരിഫത്തും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു നടക്കുന്ന, കള്ള കറാമത്തിലൂടെ സ്ഥാപിക്കാൻ നടക്കുന്ന ആളുകള് ശരീഅത്തിലില്ലാത്തവന് ഒരു ത്വരീഖത്തും ഹഖീഖത്തും മണ്ണാങ്കട്ടി ഇല്ല എന്ന് പറയുന്ന പൊന്മളയുടെ ആ വാക്കുകൾ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം എന്നാണ് ഈ ഉള്ളവന് പറയാനുള്ളത്. പൊന്മള സാഹിന്റെ ആ വീഡിയോയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ വന്നു. എന്തുമായി? ശരീഅത്തുൽ ഇസ്ലാമുമായിട്ടാണ്. ആ ശരീഅത്തിന്റെ രണ്ട് ഭാഗങ്ങൾ തന്നെയാണ് ത്വരീഖത്തും ഹഖീഖത്തും. ഞാൻ അതിലേക്ക് കടക്കില്ല. അപ്പൊ അള്ളാഹു 3 വഴി വച്ചിരിക്കുന്നു. 1 ശരീഅത്ത്, 2 ത്വരീഖത്ത്, 3 ഹഖീഖത്ത്. സാധാരണക്കാർക്കാണ് ശരീഅത്ത് എന്ന് പറയുന്ന എല്ലാ ശൈഖമാരും വഴിവെച്ചവരാണ്, സംശയം വേണ്ട. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരും
ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകാൻ വേണ്ടി ആ വക്കി നിൽക്കുന്നത് കാണും. ഇസ്ലാമിക ശരീഅത്ത് കഴിച്ചേ ബാക്കി എന്നെ ഉള്ളൂ. കാരണം ലിഅന്ന ത്വരീഖത വൽ ഹഖീഖത മിൻ മുത്തമ്മാത്തി ശരീഅ, ശരീഅത്തിന്റെ തമാമ് അതിന്റെ സമ്പൂർണ്ണത കൊടുക്കുന്ന ഭാഗമാണ് ത്വരീഖത്തും ഹഖീഖത്തും. ശരീഅത്തുമായി മാറ്റമുള്ളൊരു സംഗതിയല്ല. അപ്പൊ ചില ശൈഖന്മാർ ശരീഅത്തിന്റെ നിലപാടുകൾക്കൊക്കെ എതിരാ. അപ്പൊ അവർ പറയുന്നു, അതെ ഞങ്ങൾ ത്വരീഖത്തും ഹഖീഖത്തും സ്വീകരിച്ച ആൾക്കാരാ, ഈ സാധാരണക്കാരായ മൗലവിമാരാണ് ശരീഅത്തിന്റെ ആൾക്കാർ, അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്നവർ മുഴുവൻ കള്ളന്മാരാണ്. ഒരു സംശയവും വേണ്ട. ശരീഅത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഹഖീഖത്തുമില്ല, ഒരു ത്വരീഖത്തുമില്ല. ശരീഅത്ത് വാഹിർ അനുസരിച്ചാ. കാരണം വാഹിർ ശരീഅത്ത് എന്നാ പറയാം. ത്വരീഖത്തും ഹഖീഖത്തും ബാത്തിനനുസരിച്ചാ, ഉൾഭാഗം ഉള്ളറിയാം. അത് ശരീഅത്തിന്റെ ഉള്ളാണ് പോലും. അതുപോലെയൊക്കെയാണ് ശരീഅത്തിനൊരു ബാത്തിൻ ആരും പറഞ്ഞില്ല. ശരീഅത്ത് എന്ന വാഹിർ എന്നാണ് ഇബ്നു ഹജർ പറഞ്ഞ ഇളാഫത്ത് ബയാനിയത്താണ്. ശരീഅത്ത് എന്ന വാഹിർ, ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ ഹഖീഖത്ത് എന്ന ബാത്തിൻ എന്നാണ്. ബാത്തിനുള്ളിൽ ഹഖീഖത്ത് എന്ന് പറയാം, വാഹിറുള്ള ഹഖീഖത്ത് അവിടെ പറയില്ല. ശരീഅത്തിന്റെ അവിടെ ബാത്തിനും ശരീഅത്തും പറയില്ല. ഏതെങ്കിലും ഒരു കിതാബിൽ കാണിച്ചിട്ട് അങ്ങനെ ശരീഅത്തിനെ പറ്റി പറയുമ്പോൾ വാഹിറു ശരീഅത്ത്, ഹഖീഖത്തിനെ പറ്റി പറയുമ്പോൾ ബാത്തിനുൽ ഹഖീഖത്ത്. അപ്പൊ രണ്ടിടത്തും ആ ഇളാഫത്ത് ബയാനിയത്താണ്. ശരീഅത്തിന്റെ വാഹിർ ബാത്തിനെ അങ്ങനെ രണ്ടെണ്ണയില്ല, ഹഖീഖത്തിന്റെ വാഹിർ ബാത്തിനെ രണ്ടെണ്ണയില്ല. ഹഖീഖത്ത് എപ്പോഴും ബാത്തിനാണ്. നമ്മളോട് അങ്ങനെ ഞാൻ പറഞ്ഞ ശരീഅത്തനുസരിച്ച് വാഹിർ പ്രകാരം നഹ്നു നഹ്കുമു ബിൽ-ലവാഹിർ വല്ലാഹു യതവല്ല സറായിർ. ആ സറായിറാണ് ഹഖീഖത്ത്. അത് അല്ലാഹ്ക്കേ അറിയുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരാൾ മൂത്രമൊഴിച്ചാൽ മൂത്രമൊഴിച്ച ഭാഗം കഴുകണം. അത് ചെറിയ ശുദ്ധിയാണ് മൂത്രമൊഴിക്കുക. അതേ മൂത്രവാരത്തിൽ കൂടെ തന്നെ പുറപ്പെടുന്നതാണ് നിറയും, മനിയ പുറപ്പെടും, നിറയും പുറപ്പെടും. ഞാൻ പുറപ്പെട്ട അവിടെ കെങ്കിയാൽ പോരാ, ഒന്നാകെ കുളിക്കണം. ഇതാണ് ശരീഅത്തിന്റെ നിയമം. മൂത്രം നജസ, അത് പുറത്തു വന്നാൽ ചെറിയ ശുദ്ധിയാവും, വലിയ ശുദ്ധിയാവില്ല. മനിയ താഹിറാണ്, പക്ഷേ അത് പുറത്തു വന്നാൽ കുളിയും പുറത്തു. ഇതിന്റെ രഹസ്യം എന്താണ്? അത് നമ്മൾ കിതാബിലൊന്നും അത് പഠിപ്പിക്കില്ല. ഇത് ശരീഅത്തിന്റെ വാഹിറ. എന്നാ ഹഖീഖത്തിന്റെ ബാത്തിൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയം പുറപ്പെട്ടാൽ കുളിക്കണം എന്ന് പറയാൻ കാരണം ശരീരം ഒട്ടാകെ കുളിക്കണം. മൂത്രം നജസ വരുമ്പോൾ അത് പുറപ്പെട്ടാൽ ഉതുർത്താൻ മതി. അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് സഭയിൽ പറയാൻ പറ്റുന്ന സംഗതിയല്ല. അത് പഠിപ്പിക്കപ്പെടുകയും ഇല്ല. അത് ഈ പറഞ്ഞ മർത്തവത്യവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സംഗതിയാണ്. അവർക്കത് പറയാൻ പറ്റും. അപ്പോൾ ഇത് അതിനെ ഒരു ഉദാഹരണമായി അയിമ്മത്തിന് പറഞ്ഞിട്ടുള്ള ഇമാം ഗസാലി ഈ ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ ശൈഖുമാർ എന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ മിക്കതും നമ്മൾ കണ്ടത് ശരീഅത്തിനെതിരാ. അപ്പൊ എനിക്ക് ഞാനിത് വിലക്കൂല, ഞാൻ പറയേണ്ടതാണ്. അപ്പൊ ഈ തീർത്ത് പറയും. എൻ്റെ ഉസ്താദ് എന്നെ അങ്ങനെ പഠിപ്പിച്ചു, ഉസ്താദിൻ്റെ ഉസ്താദും അങ്ങനെ പഠിപ്പിച്ചു. അപ്പൊ പിന്നെ അത് ഞാൻ വകവെക്കൂല. അതേ സ്ഥാനത്ത് ശരീഅത്ത് നമ്പർ 1 ആയി കാണും. ആ ശരീഅത്തിന് എതിരില്ലാത്ത തരീഖത്തെ സ്വീകരിക്കും.